14 വർഷം മുമ്പാണ് FACT എന്ന പൊതുമേഖലാ സ്ഥാപനം വൻ സാമ്പത്തിക നഷ്ടത്തെ തുടർന്ന് ഗുരുതരമായ പ്രതിസന്ധിയിലെത്തിയത്. സ്ഥാപനത്തിൽ ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള പ്രകൃതിവാതകം വൻതുക കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു എന്നതാണ് നഷ്ടത്തിന് കാരണം. 2003 കൊച്ചി ഡിവിഷനിലെ 3.3 ലക്ഷം ടൺ വാർഷിക ഉൽപ്പാദന ശേഷിയുണ്ടായിരുന്ന യൂറിയ പ്ലാന്റും അസംസ്കൃത വസ്തുവായ നാഫ്തയുടെ വിലവർധനയെ തുടർന്ന് അടച്ചിടുകയുണ്ടായി. ഈ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. FACTയിലെ ജീവനക്കാർ കാലങ്ങളായി സമരത്തിലുമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഈ വിഷയം രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നത്. ഇക്കുറിയും ഈ പതിവ് തെറ്റിച്ചില്ല. 1 ലക്ഷം രൂപ കൊടുത്തേ, പ്രഖ്യാപനം 211.43 കോടി രൂപയാണ്. എനിക്ക് 1 ലക്ഷം രൂപയെ കൂടുതലുള്ള ഫ്ലെക്സ് വന്നിട്ടുണ്ടോ? ആകെ കിട്ടിയിട്ടുള്ളത് 1 ലക്ഷം രൂപ മാത്രമാണ്. ഈ FACTക്ക് ഇത്ര പ്രതിസന്ധി ഉണ്ടായിട്ടും കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകിയിട്ടുള്ളത്. FACTയുടെ പുനരുദ്ധാരണത്തിനായി 991 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജിന് കേന്ദ്ര സർക്കാർ ഈയിടെ അംഗീകാരം നൽകിയിരുന്നു. ഇതുപോലും FACTയുടെ നിലവിലുള്ള അവസ്ഥ പരിഹരിക്കാൻ മതിയാവില്ലെന്നതാണ് വാസ്തവം. രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ചകളിൽ ജീവനക്കാർക്കും ഇപ്പോൾ കാര്യമായ പ്രതീക്ഷയില്ല. മീഡിയ 1 കൊച്ചി.